അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ അധ്യാപനമാണ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല കലാം, ഏറ്റവും നല്ല സംസാരം അത് അള്ളാഹുവിൻ്റെ സംസാരമാണ്, അഥവാ വിശുദ്ധമായ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണ്. വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല ചര്യ അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വ ഇന്ന ഷർറൽ ഉമൂരി മുഹ്ദസാതുഹാ. കാര്യങ്ങളിലെ ഏറ്റവും മോശപ്പെട്ട കാര്യം ദീനിൽ പുതുനിർമ്മിതമായ കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അങ്ങനെ ദീനിലുണ്ടാക്കുന്ന പുതിയ കാര്യങ്ങൾ അത് ബിദ്അത്തുകളാണ്, പുത്തനാശയങ്ങളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല. അങ്ങനെയുള്ള എല്ലാ ബിദ്അത്തുകളും അത് വഴികേടുകളാണ്. കുല്ലു ളലാലത്തിൻ ഫിന്നാർ. ആ വഴികേടുകളാകട്ടെ അത് നമ്മളെ നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇസ്ലാമിലെ ഖബർ സിയാറത്ത് നമ്മുടെ ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർക്കാനും മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനുമുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് നോക്കൂ. ഇങ്ങനെയൊരു ചര്യ അള്ളാഹുവോ അവൻ്റെ റസൂലോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട എത്രയോ സഹാബാക്കൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇക്കൂട്ടർ എന്ന് കാണിക്കുന്നത് പോലെ ഏതെങ്കിലും സ്വഹാബിയുടെ ഖബർ ഇതുപോലെ കെട്ടിപ്പൊക്കി അതിനെ പട്ടുകൊണ്ട് അലങ്കരിച്ച് ഇതുപോലെ പുഷ്പാർച്ചന നടത്തുന്നത്, ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നത്, സുജൂദ് ചെയ്യുന്നത് എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരാണിതിന് മാതൃകയായിട്ടുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.